മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഉറങ്ങാം, രാവിലെ തന്നെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോകേണ്ടതല്ലേ കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ നെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ട ഞാനൊരു ദുസ്വപ്നം കണ്ടാണ് എഴുന്നേൽക്കുന്നത്, എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. തൻ്റെ മനസ്സിലാണെങ്കിൽ പല കാര്യങ്ങളും ചിന്തിച്ച് കിടക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ് മഹി, കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട് കണ്ണൻ. എന്നിൽ നിന്നും എന്തോ നഷ്ടപ്പെടാൻ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അയ്യപ്പ വിഗ്രഹം ആരോ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയൊക്കെ ഞാൻ കണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ തൻ്റെ തോന്നലാണ്, താൻ ഇതൊന്നും ഓർക്കാതെ കിടന്നുറങ്ങിക്കോളൂ, രാവിലെ തന്നെ അയ്യപ്പ ഭഗവാനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിയെ സമാധാനിപ്പിച്ചുകൊണ്ട് കണ്ണൻ കിടക്കുന്നുണ്ട്. ഇല്ല കണ്ണേട്ട, എൻ്റെ ജീവിതത്തിൽ എന്ത് നല്ലത് വന്നാലും ചീത്ത വന്നാലും അയ്യപ്പ ഭഗവാനാണെങ്കിൽ എന്നെ അത് അറിയിക്കും, അങ്ങനെയാണ് ഇതുവരെയും സംഭവിച്ചിട്ടുള്ളതെന്നെല്ലാം കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ സമാധാനമായിട്ട് കിടക്ക്, തൻ്റെ അയ്യപ്പ ഭഗവാൻ എങ്ങും പോയില്ല, തന്നെ വിട്ട് എവിടെ പോകാനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയെ കിടത്തുന്നുണ്ട്. പിന്നീട് ഉണ്ണിയും കരുണയും കൂടെ പ്ലാൻ ഇടുകയാണ്, അയ്യപ്പ വിഗ്രഹം അവിടെ നിന്നും മാറ്റണം ഉണ്ണിയേട്ടാ, അതിപ്പോൾ തന്നെ നല്ലൊരു അവസരമാണ്, നമുക്കിപ്പോൾ തന്നെ അത് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നതിനൊക്കെ സൂക്ഷിച്ച് ചെയ്യണം കരുണയെ, നമ്മളിതിനു മുമ്പ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമുക്കതൊന്നും പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യണോ ഒന്നുകൂടി ആലോചിക്കാമെന്നെല്ലാം കരുണയോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കൊന്ന് സാധിപ്പിച്ചു തരിക, എന്ത് പറഞ്ഞാലും അതിനൊരു മുടക്കം പറയാനല്ലാതെ നിങ്ങളെക്കൊണ്ട് എന്തിനാ കൊള്ളാവുന്നതെന്നെല്ലാം കരുണയാണെങ്കിൽ ഉണ്ണിയെ നോക്കി പറയുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സോടുകൂടി തന്നെ കരുണയുടെ കൂടെ ഉണ്ണിയാണെങ്കിൽ അയ്യപ്പ വിഗ്രഹം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വാതിൽ തുറന്ന് അയ്യപ്പ വിഗ്രഹം എടുക്കുന്നിടത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആരും കാണാതെ തന്നെ അവിടെ എത്തുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയും പ്രതാപനെയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു വിഗ്രഹമായതുകൊണ്ട് അത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അത് എടുക്കുന്നതിന്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യണം എന്നൊക്കെ മോളോട് പറയണം പ്രതാപ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവൾ നന്നായിട്ട് തന്നെ ചെയ്യും അമ്മേ, അവളുടെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ആ അയ്യപ്പ വിഗ്രഹം മറ്റവളുടെ കയ്യിൽ നിന്നും മാറിക്കിട്ടണം, എന്നാൽ മാത്രമേ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ അമ്മേ നമ്മളും വിശ്വസിക്കുന്നത്, അതുകൊണ്ട് അവൾ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ അയ്യപ്പ വിഗ്രഹം എടുക്കാനായിട്ട് ചെല്ലുന്നതും അവിടെ വല്ലാത്ത ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തന്നെ കരുണയാണെങ്കിൽ അയ്യപ്പ വിഗ്രഹം എടുക്കുന്നുണ്ട്. എന്നിട്ട് എടുക്കുന്നതും വീണ്ടും മിന്നലും എല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കരുണയാണെങ്കിൽ വളരെ ധൈര്യത്തോടു കൂടി തന്നെ അയ്യപ്പ വിഗ്രഹം എടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് കരുണയും ഉണ്ണിയും കൂടെ അത് മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും കയ്യിൽ കൊണ്ടേ കൊടുക്കുന്നുണ്ട് ആ രാത്രി തന്നെ. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കരുണയും ഉണ്ണിയും വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്കാണെങ്കിൽ വളരെ ഒരു പേടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാം കരുണയോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും പേടിച്ചു തൂറിനായിപ്പോയല്ലോ, ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു ഭർത്താവിനെയാണല്ലോ അച്ഛൻ എനിക്ക് തേടിപ്പിടിച്ച് തന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കരുണയെ അങ്ങനെ ഉണ്ണിയെ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്കുക, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ മഹിയാണെങ്കിൽ കുളിച്ച് തൊഴുന്നുണ്ട്. എന്നിട്ട് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് ധൃതി പിടിച്ച് ചെല്ലുകയാണ് മഹി. അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ മഹിയെ കളിയാക്കുന്നുണ്ട്. തൻ്റെ അയ്യപ്പ വിഗ്രഹം തന്നെ ഇട്ട് എവിടെയെങ്കിലും പോയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, എന്നെ കളിയാക്കുകയൊന്നും വേണ്ട കണ്ണേട്ട, എൻ്റെ അയ്യപ്പ ഭഗവാൻ എന്നെ വിട്ട് ഒരിടത്തും പോകില്ല, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്നെല്ലാം മഹി പറയുന്നുണ്ട്. എനിക്ക് താങ്ങും തണലായും എൻ്റെ അയ്യപ്പ വിഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നെല്ലാം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് മഹി. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇനിയാണെങ്കിൽ അവൾക്ക് അയ്യപ്പ വിഗ്രഹം നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ ശക്തിയും അവളുടെ ചോർന്നൊലിച്ച് പോകും, ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും ഉണ്ണിയേട്ട, അതിനി അധികം സമയമൊന്നുമില്ല, അവളുടെ തോൽവിയാണ് ഇനി വരാനിരിക്കുന്നത്, അത് നമുക്ക് കാത്തിരിക്കണം കാണാൻ വേണ്ടി എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയും കൂടെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അയ്യപ്പ വിഗ്രഹം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. മഹിക്കാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും സന്തോഷമാകുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, തനിക്കിപ്പോൾ സന്തോഷമായില്ലേ, തൻ്റെ അയ്യപ്പ വിഗ്രഹം തന്നെ വിട്ടു പോയെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ രാത്രിയെല്ലാം എണീറ്റിരുന്ന് വിഷമിച്ചത്, ഇപ്പോൾ നോക്കൂ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടാ, എന്നെ വിട്ട ഒരിക്കലും അയ്യപ്പ വിഗ്രഹം പോകില്ല എന്ന്, അയ്യപ്പൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നെല്ലാം മഹി പറയുന്നുണ്ട്. അതേസമയം അതിലെ പാസ് ചെയ്ത ഉണ്ണിയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ ഇത്ര രാവിലെ എവിടെ പോയിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോഴാണെങ്കിൽ ഉണ്ണിയാണെങ്കിൽ ആകെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടാതെ ആകെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഞാൻ ഒരിടം പോയില്ല കണ്ണേട്ടാ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്ക് അവിടെ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ആകെ ഭയമാകുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണ് അത് കണ്ടതുകൊണ്ടാണ് ഉണ്ണിക്കാണെങ്കിൽ ഒന്നും കണ്ണനോട് പറയാൻ കിട്ടാതെ ആകെ തപ്പിത്തടഞ്ഞത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയോടായിട്ട് ഓടിച്ചെന്ന് പറയുന്നുണ്ട്, കരുണ ആ വിഗ്രഹം അവിടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ കൊടുത്തതല്ലേ, പിന്നെ എങ്ങനെയാണ് ആ വിഗ്രഹം അവിടെ വന്നത്? ഇപ്പോൾ കണ്ണേട്ടനും ഇടത്തിയും ആ വിഗ്രഹം നോക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇതിലെന്തോ ഒരു മറിമായം നടന്നിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് ഉണ്ണി. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.